മിടുക്കിലേക്കാണ്. അതിനിവിടെ ഈ പറഞ്ഞതുപോലെ ഈ STPI വോട്ടുകൾ വേണ്ട എന്ന് പറയുന്നില്ല, അത് എൻഡോസ് ചെയ്യുന്നില്ല. ഇപ്പൊ വേണ്ട എന്ന് പറയുമ്പോൾ STPI അവർക്കൊരു ലെജിറ്റിമസി ഇവിടെ കൊടുക്കുന്നതാണ് ആദ്യത്തെ ചോദ്യം. രണ്ട്, STPI എന്ന സംഘടന തീവ്രവാദ സ്വഭാവമുള്ള രാഷ്ട്രീയ സംഘടനയാണ് എന്ന് നമ്മുടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ പോലും 2000 നിയമസഭയിൽ പറഞ്ഞൊരു ക്ലിപ്പ് ഞാൻ എടുത്ത് കേട്ടതാണ്. അതിൽ പ്രതിപക്ഷം ഇത് പറഞ്ഞപ്പോൾ പ്രതിപക്ഷം സംസാരിച്ചപ്പോൾ ബഹളം വെച്ചപ്പോൾ STPI പറയുമ്പോൾ നിങ്ങൾക്ക് എന്തിന് ഇത്ര ഭയം എന്ന് ചോദിച്ച പിണറായി വിജയനോട് തിരിച്ചും അതേ ചോദ്യങ്ങൾ ചോദിക്കപ്പെടുകയാണ്. STPIയെ പറ്റി ചോദിക്കുമ്പോൾ എന്തിന് ഇത്ര അസഹിഷ്ണുത എന്ന ചോദ്യം വരുന്നു. അപ്പോൾ ഞാൻ STPIയിൽ മാത്രമല്ല ഊന്നൽ നൽകുന്നത്, ജമാഅത്ത് ഇസ്ലാമിൽ കൂടിയാണ്. ജമാഅത്ത് ഇസ്ലാമി 2006 മുതൽ ഈ CPIയുമായി ചേർന്ന് നിന്നതും അതിന്റെ പഴയ ദൃശ്യാവിഷ്കാരം നമ്മൾ കണ്ടതാണ്, പഴയ ബൈറ്റുകൾ നമ്മൾ കണ്ടതാണ്. അത് ഞാൻ ആവർത്തിക്കുന്നില്ല. അപ്പോൾ 2016 ശേഷം ജമാഅത്ത് ഇസ്ലാമിക്ക് 2006 സ്വഭാവത്തിന് വലിയ വ്യത്യാസമൊന്നും വന്നിട്ടില്ല. പക്ഷേ 2016 മുതൽ ജമാഅത്ത് ഇസ്ലാമിന്റെ സംഘടന LDFനെ സംബന്ധിച്ചിടത്തോളം ഒരു വർഗീയ രാഷ്ട്രീയ കക്ഷിയെ മാറുന്നു, തീവ്രവാദ സ്വഭാവമുള്ള കക്ഷിയെ മാറുന്നു. STPIയും 2026 വരെ അത്തരത്തിലുള്ള സംഘടന തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ അങ്ങനെയല്ല. ഈ തരാതരം പോലെ ഇത്തരം സംഘടനകൾക്ക് വർഗീയതയുടെ ചാപ്പ കുത്തി കൊടുക്കുമ്പോൾ യഥാർത്ഥമായ ആദർശ രാഷ്ട്രീയത്തിൽ വെള്ളം ചേർക്കുകയല്ലേ CPM ചെയ്യുന്നു? സുഹൈൽ, ഈ തെരഞ്ഞെടുപ്പ് അടുക്കുമ്പോൾ തെരഞ്ഞെടുപ്പിൽ ഈ അധികാരത്തിലേക്കുള്ള ചവിട്ടുപടി എന്ന നിലയിൽ, ഒരു ഏണി എന്ന നിലയിലാണ് ഇത്തരം സംഘടനകളെ തരാതരം പോലെ ഇടതുമുന്നണി ഉപയോഗിക്കാറുണ്ട്. അത് എല്ലാ കാലവും ആ നിലയിൽ തന്നെ ഉപയോഗിക്കാറുണ്ട്. അത് 65 തെരഞ്ഞെടുപ്പ് കഴിഞ്ഞ ദിവസം നമ്മളത് പറഞ്ഞതാണ്. അതുകൊണ്ട് ആ കാര്യങ്ങളിലേക്ക് പോകുന്നില്ല. പക്ഷേ ഈ അധികാരത്തിനായി ഏത് ചെകുത്താനുമായും കൂട്ടുകൂടും എന്നൊക്കെയുള്ള സൈദ്ധാന്തികമായ വ്യാഖ്യാനങ്ങളൊക്കെ മുൻകാലത്ത് കേരളം കേട്ടതാണ്. അതിൻ്റെ ആ നിലയിൽ തന്നെയാണ് നമ്മൾ ഇപ്പോഴത്തെ ഈ സംഭവത്തെയും കാണേണ്ടത്. കാരണം ചില മണ്ഡലങ്ങളിലെങ്കിലും SDPI നിർണായക ശക്തിയാണ്. നേരത്തെ നിഖിൽ പ്രമേഷ് പറഞ്ഞതുപോലെ മലപ്പുറം ജില്ലയിലെ 2 മണ്ഡലങ്ങളെങ്കിലും വളരെ നിർണായകമാണ്. ആ ജില്ലയെ നോക്കുകയാണെങ്കിൽ മറ്റു സ്ഥലങ്ങളിൽ ഇതേപോലെ SDPIയുടെ വോട്ടുകൾ ശരാശരി ഒരു 10,000 വോട്ടുകളെങ്കിലുമുള്ള ചില മണ്ഡലങ്ങളെങ്കിലുമുണ്ട്. അവിടെയൊക്കെ ജയപരാജയങ്ങളെ നിശ്ചയിക്കുന്നതിന് SDPIയുടെ വോട്ട് സഹായകമാകും. അതുകൊണ്ട് LDF ഏതായാലും ഇപ്പോൾ പരസ്യമായി അവരെ തള്ളിപ്പറയാൻ തയ്യാറാകുന്നില്ല. 2021 വി ശിവൻകുട്ടിക്ക് നേമത്ത് വിജയിച്ചപ്പോൾ അന്നും SDPIയുടെ പിന്തുണയുണ്ടായിരുന്നു. അത് പിന്നീട് അതിൻ്റെ നേതാക്കൾ പരസ്യമായി പറഞ്ഞിട്ടുമുണ്ട്. അത് ആ നിലയിൽ ഈ മണ്ഡലങ്ങളിലൊക്കെ തന്നെ, പ്രത്യേകിച്ച് ഇപ്പോൾ മലപ്പുറം നോക്കുകയാണെങ്കിൽ ഈ വിവാദമായിട്ടുള്ള വേങ്ങരയിലെ സ്ഥാനാർത്ഥി 2016 സ്വതന്ത്രനായി നിൽക്കുകയും അതിനെ SDPI പിന്തുണയ്ക്കുകയും എന്ന് പറയുന്നു. ഏതായാലും SDPIയുടെ ഒരു സ്വതന്ത്രൻ എന്ന നിലയിലാണ് നമ്മൾ അതിനെ കാണേണ്ടത്. അത് 2021 അത് SDPIയുടെ സ്വതന്ത്രൻ എന്ന നിലയിൽ തന്നെ നമുക്കത് കാണാം. ഒരു CPIM ഒരു സ്വതന്ത്രനെ നിർത്തുന്നു, ഇന്നസെന്റിനെ ആദ്യം അല്ലെങ്കിൽ ഒരു സ്വതന്ത്ര സ്ഥാനാർത്ഥി എന്ന നിലയിൽ ആരെങ്കിലും നിർത്തിയാൽ അത് ആ പാർട്ടിയുടെ സ്വതന്ത്രൻ തന്നെയാണ്. നേരത്തെ പക്ഷേ ഇവിടെ ഉണ്ടായിരുന്ന അവിടുത്തെ SDPIയുടെ സ്ഥാനാർത്ഥിയെ പിൻവലിച്ച് ഇദ്ദേഹത്തിനെ സബാഹിനെ പിന്തുണയ്ക്കുന്നതിനാണ് സാക്ഷ്യം വഹിച്ചത്. അതുപോലെ മങ്കട മണ്ഡലത്തിൽ അവിടെ കുന്നത്ത് മുഹമ്മദ് മുസ്ലിം ലീഗിൽ നിന്ന് വന്ന നേതാവാണ്, വളരെ സ്വാധീനമുള്ള ഒരു നേതാവാണ്. അവിടെയും SDPIയുടെ വോട്ടുകൾ നിർണായകമാകും എന്ന കണക്കുകൂട്ടൽ LDFനുണ്ടാകും. അങ്ങനെ LDFനെ സംബന്ധിച്ച് നേരത്തെ ഈ ജമാഅത്തെ ഇസ്ലാമിയുടെ കാര്യമടക്കം പറഞ്ഞതുപോലെ നേരത്തെ വലിയ ചർച്ചകളൊക്കെ CPIM നേതാക്കൾ ജമാഅത്തെ ഇസ്ലാമിയുടെ അമീറുമായൊക്കെ നടത്തിയിട്ടുള്ളതാണ്, അവരുടെ നേതാക്കളുമായി നടത്തിയിട്ടുള്ളതാണ്. അതുകൊണ്ട് തരാതരം പോലെ ഈ അധികാരത്തിന് വേണ്ടി ഈ വർഗീയ പാർട്ടികളുമായി ചേരാറുണ്ട്. അത് പക്ഷേ സമ്മതിക്കുന്നില്ല, പരസ്യമായി സമ്മതിക്കുന്നില്ല എന്നുള്ളതാണ് CPIMനെ സംബന്ധിച്ച ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.